ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവർക്കും അറിയാലോ ദുർഗാദേവിയെ പറ്റി. ദുർഗാദേവി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എന്ത് തരത്തിലുള്ള ഏത് തരത്തിൽ നമ്മൾ ശത്രുദോഷമായാലും മറ്റു തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ കൊണ്ട് നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ജീവിതം മടുത്തിരിക്കുകയാണെങ്കിൽ, ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ, ഈ ദുർഗാ മന്ത്രം ജപിക്കുന്നതിലൂടെ സർവ്വദോഷങ്ങളും നമ്മളെ വിട്ടുപോയി നമുക്ക് സർവ്വ ഐശ്വര്യങ്ങൾ കൊണ്ടു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ദുർഗാദേവിയെ പ്രാർത്ഥിച്ച് നമുക്ക് പ്രീതിപ്പെടുത്താമെന്ന് നോക്കാം. അതായത് അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ദിവസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ദിവസമാണ്. ചൊവ്വാഴ്ച ദിവസം പ്രഭാതത്തിൽ തന്നെ ഉണർന്ന് സ്നാനാദി കർമ്മങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ദേവിക്ക് മുന്നിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ അടുത്ത് ദുർഗാദേവി ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോകുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ രാവിലെ നമ്മൾ ആ പ്രാർത്ഥനകളും കാര്യമൊക്കെ ചെയ്യുക. പക്ഷെ വൈകിട്ടാണ് ഈ മന്ത്രം യഥാർത്ഥത്തിൽ ജപിക്കേണ്ടത്. മന്ത്രം ജപിക്കേണ്ടത് വൈകിട്ടാണ്. രാവിലെ ജപിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ വൈകിട്ടാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് ഉള്ളത്. അതായത് ദുർഗാദേവി, ഭദ്രകാളി ദേവിക്ക് ഒക്കെ ത്രിസന്ധ്യ സമയത്ത് മന്ത്രം ജപിക്കുന്നതായിരിക്കും ഉത്തമമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കുക. ത്രിസന്ധ്യയ്ക്ക് ദേവിയുടെ മുന്നിലിരുന്ന് ഈ ഒരു മന്ത്രം, അതായത് നമ്മളിലൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ, അതായത് ശത്രുദോഷമാകട്ടെ, അതുപോലെ തന്നെ മറ്റ് നമ്മൾ അതായത് ഈ ചിത്തഭ്രമ, അതായത് മാനസികമായ വിഭ്രാന്തികൾ അനുഭവിക്കുന്നവരാകട്ടെ, മാനസിക ടെൻഷൻ അനുഭവിക്കുന്നവർ, ജോലിസ്ഥലത്തെ പലവിധ വിഷമതകൾ അനുഭവിക്കുന്നവർ, അങ്ങനെ വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർ, സന്താന ദുരിതം അനുഭവിക്കുന്നവർ, അങ്ങനെ പലതരത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കൊക്കെ ദുർഗാദേവിയുടെ ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ ആ ദോഷങ്ങളൊക്കെ മാറി ദേവിയുടെ സർവ്വ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. അത് ത്രിസന്ധ്യയ്ക്ക് കുളി കഴിഞ്ഞ് വന്ന് വൃത്തിയായിട്ട് വന്നതിന് ശേഷം വിളക്ക് കത്തിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. അപ്പം മന്ത്രം ഇതാണ്: ഓം ദുർഗേ നമോ നമസ്തേ, ദുർഗേ നമോ നമസ്തേ, ദുർഗതി നീക്കണേ നീ, ദുർഗേ നമോ നമസ്തേ. വിഷ്ടഭത്തിങ്കലെന്നെ സൃഷ്ടിച്ച ജഗന്മാതേ, ഇഷ്ടവരപ്രദേയൻ കഷ്ടത തീർത്തിരണി. ഞാനോരഗതിയല്ലേ, ജ്ഞാനരഹിതയല്ലേ, വാനവർ കൂപ്പുമമ്മേ ദീനദയാലുവല്ലേ. വൻപാപിയെങ്കിലും ഞാൻ നിൻ പാദദാസിയല്ലേ, അൻപാളും ഈശ്വരിനി എൻപാട് കാൺമതില്ലേ. നോക്കമ്മേ കണ്ണുനീരിൽ പോകുന്നു ഞാൻ ദിനങ്ങൾ, ഏൽക്കുന്ന സങ്കടങ്ങൾ ആർക്കും അറിഞ്ഞുകൂടാ. നൊന്തെന്നും കഴിയുവാൻ എന്തൊരു വിധിയമ്മേ, എന്തെല്ലാം ദുരിതങ്ങൾ പിന്തുടരുന്നു തായേ. എല്ലാം നിനക്കറിയാം ചൊല്ലാനെന്തുണ്ടു പിന്നെ, വല്ലായ്മയെല്ലാം പോക്കി ഉല്ലാസമണയ്ക്കണേ നീ. നീ എൻ്റെ ധനമല്ലേ, നീ എൻ്റെ ജീവനല്ലേ, നീയില്ലാതെനിക്കിനി ജീവിക്കാനെളുതല്ല. ഒന്നേ എനിക്കു മോഹം മഞ്ഞുള്ളിലിനി തായേ, ഒന്നിങ്ങു കാണണമെൻ പൊന്നമ്മേ നിൻ്റെ രൂപം. വെൺതിങ്കൾ കലച്ചൂടും നിൻ തിരുമേനി പാർത്താൽ, അന്ത്യകാലത്തൻ ജീവൻ സന്ധ്യച്ചിക്കണേ തായേ. ഈ ഒരു നാമമന്ത്രം, ഇതൊരു മന്ത്രമെന്ന് മാത്രമല്ല, ഇതൊരു നാമമാണ്. ഇത് സന്ധ്യാസമയത്ത് നാമവും ഒരു മന്ത്രവും കൂടിയാണ്. ദേവി കറക്റ്റ് നിങ്ങളിൽ പ്രസാദിക്കുന്നതായിരിക്കും. അത് മനസ്സുരുകി നിങ്ങൾ സന്ധ്യാവേളയിൽ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ, നിങ്ങളെ ഏത് തരത്തിലുള്ള ദുഃഖമാണോ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, ഏത് ശത്രുവാണോ നിങ്ങളെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നത്, ഏത് ബാധകളാണോ നിങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത്, അതൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുമാറി നിങ്ങൾക്ക് സർവ്വവിധ ദേവിയുടെ സർവ്വ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. ദേവി നിങ്ങളെ പൊന്നുപോലെ, കണ്ണിലെ കൃഷ്ണമണി പോലെ നിങ്ങളെ സംരക്ഷിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ദേവീ മന്ത്രം എല്ലാവരും എഴുതിയെടുത്ത് നന്നായിട്ട് സന്ധ്യാവേളയിൽ ജപിക്കുക. എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ദേവി ദുർഗാ മാതാവ് തരട്ടെ എന്ന് ആശംസിക്കുന്നു.